സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കണതേ സോണൽ തലത്തിൽ നടക്കുന്ന വനിതാ സമാജത്തിൻ്റെ ഒരു സെമിനാറിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. ഇതിനു വേണ്ടി എല്ലാ എമിറേറ്റ്സുകളിലെ പള്ളികളിൽ നിന്നും വനിതകൾ കഴിയുന്നത്ര പേരെല്ലാം എത്തിയിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, ഞായറാഴ്ച ദിവസമാണ് ഇത് കണ്ടക്ട് ചെയ്യണത്. അപ്പോൾ ഒരുപാട് പേർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കുറച്ച് പേര് വരാനായിട്ട് ആഗ്രഹിച്ചു, വരാൻ പറ്റണില്ല. വന്നവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പള്ളിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ സെമിനാർ നടക്കുന്നത് ദുബായിലെ ജബലലി ജാക്കബറ്റ് ചർച്ചിൽ വെച്ചിട്ട്. അഭിവന്യ യൂസേബിയോസ് മെത്രാപ്പോലീത്തയുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനയോടെ യോഗം ആരംഭിക്കുകയാണ്. എല്ലാ ചർച്ചിലെയും അച്ഛന്മാരും എല്ലാം ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. സാധാരണ നമുക്ക് ഇത്തരം സെമിനാറൊക്കെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ബോറടിയല്ലേ, കേട്ടത് തന്നെ ഒരു റെപ്പറ്റീഷൻ പോലെ ഉണ്ടാവില്ലേ. ഇതങ്ങനെയൊന്നുമല്ല, ഇത് ഭയങ്കര രസകരമായിട്ട് തിരുമേനി ഓരോ ക്ലാസ്സുകളും ഭംഗിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു കേട്ടോ ക്ലാസ്സുകൾ. അതുപോലെ തന്നെ മാർത്തോമ ചർച്ചിൽ നിന്നും വന്ന അഞ്ചു മാഡത്തിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതായത് ഇന്നിപ്പോൾ നമ്മൾ ഏത് കുടുംബങ്ങളിൽ ചെന്ന് നോക്കിയാലും എല്ലാവർക്കും അങ്ങോട്ട് ഇങ്ങോട്ടും പരാതികളേ ഉള്ളൂ കേട്ടോ. ഇതിൽ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങൾ കാണും, പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളും കാണും. അപ്പോൾ ആ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളിൽ എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാം, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ വലിയൊരു സംഭവം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കാനുണ്ടാവും. അപ്പോൾ രണ്ടു കൂട്ടർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്ക് എങ്ങനെ റെഡിയാവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ പുള്ളിക്കാരത്തെ നമുക്ക് പറഞ്ഞു തന്നത്. ഇനി നമ്മുടെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും താഴത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ വീണ് കിട്ടുന്ന സമയങ്ങളിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുന്നത്. എല്ലാ എമിറേറ്റ്സിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള സമയത്ത് പരിചയപ്പെടലുകളും അതുപോലെ തന്നെ എല്ലാവരും കൂടിയൊക്കെ ചേർന്ന് എന്നുള്ളൊരു ഫോട്ടോ എടുക്കലൊക്കെ താഴെ നടക്കുന്നുണ്ട്. പള്ളി മുകളിലാണ് കേട്ടോ. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന വലിയ വലിയ ഭാഗ്യങ്ങളാണ്, വലിയ വലിയ സന്തോഷങ്ങളാണ്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു. അപ്പോൾ ടീ ബ്രേക്കിന് നമുക്കിനിയും കാണാമെന്നുള്ള പ്രതീക്ഷയോടു കൂടി എല്ലാവരും പള്ളിയിലേക്ക് വീണ്ടും കയറി പോവാണ്. ലഞ്ചെല്ലാം നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത സെഷൻ മിക്കവാറും ഞാൻ ധ്യാനത്തിലേക്ക് കയറി പോവോ എന്നെനിക്ക് നല്ല പേടിയുണ്ട് ഉള്ളിൽ. ഏതായാലും എൻ്റെ ആ പേടികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അച്ഛന്മാർ നല്ല സൂപ്പർ ക്ലാസ് എടുത്തു. വിശ്വാസ പഠന ക്ലാസ്, അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം, മരണാനന്തര പഠന ക്ലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലരോടും ചോദിക്കണമെന്ന് ഓർത്തിച്ചിരുന്നതാണ്. പക്ഷേ അതെല്ലാം അച്ഛന്മാർ നല്ല ക്ലിയറായിട്ട് തന്നെ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ സെമിനാർ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഇനി ഫോട്ടോ സെഷനാണ്. അപ്പോൾ അത് എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മൾ ഉണ്ടാക്കുക. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. കാരണം നമ്മളുടെ വയസ്സുകൾ ഇങ്ങനെ പോയച്ചിരിക്കാമല്ലേ. നമ്മളൊരു പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്ത് വെച്ചൊന്ന് കാണുമ്പോൾ ഓക്കെ, അന്ന് നമ്മൾ എങ്ങനെയൊക്കെ സെമിനാറിലൊക്കെ പങ്കെടുത്തിരുന്നു, ഇത്രയും പേരുണ്ടായിരുന്നു, ഇവരൊക്കെയാണ് ഈ പിള്ളേരുടെയൊക്കെ മുഖം ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത് അതൊക്കെ എടുത്ത് വെച്ച് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. ഞാൻ ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇടയായത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടീ ബ്രേക്കിൻ്റെ സമയമായി. ഇനിയിപ്പോൾ എല്ലാവരും വീടുകളിലേക്ക് പോകാനായിട്ടുള്ള തിരക്കിലാണ്. അതോടൊപ്പം ഈ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.